വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. പഴയന്നൂർ കോടത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. പഴയന്നൂർ കോടത്തൂർ മഹാശിവക്ഷേത്രത്തിൽ ഇല്ലനിറ മഹോത്സവം ഭക്തിപുരസരം നടന്നു. ക്ഷേത്ര മേൽശാന്തി വീരരാഘവ അയ്യർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്ത നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലും കോടത്തൂർ മഹാശിവക്ഷേത്രത്തിലും ഒരേ ദിവസമാണ് ഇല്ലനിറ ആഘോഷം നടക്കുക പതിവ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ച നെൽക്കതിർ കെട്ടുകൾ ശ്രീകോവിലിലെ പൂജാവിധികൾക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. കർക്കിടകം 25 ഓഗസ്റ്റ് 10 ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തും. ഇല്ലനിറ നടന്നു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് നടക്കുന്നു അന്ന് തന്നെയാണ് ഇന്നും ആ ദിവസം തന്നെയാണ് നമ്മളിവിടെയും നിറ ചെയ്യുന്നത്. പഴയന്നൂർ ക്ഷേത്രത്തിലേക്ക് കതിര് കൊണ്ടുവരുന്ന ആ നെൽക്കതിര് ഇവിടെയും കൊണ്ടുവന്ന് നമ്മളിവിടെയും ഭഗവാനെ നേദിച്ച് എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. അത് കർക്കിടക മാസത്തിൽ അത് നല്ലൊരു ദിവസം നോക്കി ചെയ്യുന്നൊരു ചടങ്ങാണ്. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ കർക്കിടകത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നമ്മൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു. ഇപ്രാവശ്യം അതിഗംഭീരമായിട്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ച് എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പങ്കെടുപ്പിച്ച് ഭക്തജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്ത് അഷ്ടദ്രവ്യ, അപ്പം, അട, കുഴക്കട്ട ദ്രവ്യങ്ങളൊക്കെ ചേർത്ത് ഭഗവാൻ ഹോമിച്ച് എല്ലാവർക്കും പ്രസാദമായി കൊടുക്കുകയും ചെയ്യും. ആ ഹോമത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഈ ഞായറാഴ്ചയാണ് 10 ശംഭോ മഹാദേവ. ഇതിനായുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു വരുന്ന എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത് ക്ഷേത്രോപദേശക സമിതിയാണ്. പഴയന്നൂർ കോടത്തൂർ മഹാശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടത്തിയ ഇല്ലനിറ ചടങ്ങുകളെക്കുറിച്ചും ഞായറാഴ്ച നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തെപ്പറ്റിയും ക്ഷേത്ര മേൽശാന്തി വീരരാഘവ അയ്യർ, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് NV നാരായണൻകുട്ടി എന്നിവർ വിശദമാക്കി. കോടത്തൂർ ശിവക്ഷേത്രത്തിലെ കർക്കിടക മാസത്തിൽ കഴിഞ്ഞ വർഷം സ്വാമി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം മുതൽ നടത്തിവരുന്ന മഹാഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ നടത്തുന്നുണ്ട്. അതിലെല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ക്ഷേത്ര ക്ഷേമ സമിതിക്ക് വേണ്ടി പറയുകയാണ്. എല്ലാവരും വന്ന് ഈ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കണം. അതിനുശേഷം ഗണപതി ഹോമത്തിന് ശേഷം ഞങ്ങളൊരു ചെറിയൊരു ലഘുഭക്ഷണം എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതും കൂടി എല്ലാവരും പങ്കാളികളായി ഈ മഹാഗണപതി ഹോമം വൻ വിജയമാക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക. CCV ന്യൂസ്, പഴയന്നൂർ.